ആറാമത്തെ കാര്യം, ഈമാൻ നഷ്ടപ്പെടുന്ന ആറാമത്തെ കാര്യം, അൽ ഗഫ്ലത്തു അനില്ലാഹി വഅഹ്കാമിഹി. അള്ളാഹ് പറഞ്ഞ വിധിവിലക്കുകളൊക്കെ കാറ്റിൽ ഭർത്താവും നോക്കിയിട്ട് നടക്കൂല. എന്തോ സ്വന്തം ചോരയില് ഭാര്യന്റെ അനിയത്തിന് ഏട്ടത്തിനൊന്നും കാണാൻ പാടില്ല. ജില്ല കണ്ണൂർ. ഇനി കാസർഗോഡിലേക്ക് വന്നാൽ സ്വന്തം ഏട്ടന്റെ അനിയന്റെ ഭാര്യമാരെ കാണാൻ പറ്റില്ല. കാസർഗോഡ് നടക്കൂല. അള്ളാഹ് ഒരു വിധി പറഞ്ഞാൽ ആ വിധിയിൽ നമ്മൾ നിൽക്കണം. ആ വിധിയിൽ നമ്മൾ നിൽക്കണം. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തീയെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അള്ളാഹ്ക്കൊന്നും കിട്ടാനല്ല, നമ്മൾ പെട്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണ്. ഞാൻ എൻ്റെ വിഷയം ചുരുക്കുന്നു. ഏഴാമത്താണല്ലോ പറഞ്ഞത്. 8 ഈമാൻ നഷ്ടപ്പെടുന്ന 8ാമത്തെ കാര്യം, അൽ ഇസ്റാറു അലാ മൻഹീൻ അൻഹു. സ്ഥിരമായി തെറ്റ് ചെയ്യുക. തെറ്റെപ്പം ചെയ്തു പോകുമായിരിക്കും മനുഷ്യന്മാർ. അതല്ല, എപ്പ നോക്കിയാലും രാത്രി ഉറങ്ങും കിടക്കുന്നത് 9:00, ലാസ്റ്റ് സീൻ ടുഡേ കാണുന്നത് 12:35, ആ 3 മണിക്കൂർ സിനിമ, ഹറാമ്, തെറ്റ് തന്നെ. എപ്പോഴും തെറ്റ്. കശുർബിൽ ഖംറി, മദ്യപാനം പോലെ. വൻ നളറു ഇലാ മഹാസിൻ ഇംറഅത്തിൻ, അന്യ പെണ്ണിലേക്ക് നോക്കണ പോലെ. എപ്പോഴും ഹറാമ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് പോകും. അതാ 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച, ശമ്പളം വാങ്ങാതെ ബാങ്ക് വിളിച്ച ആള് മരിക്കുമ്പോൾ ഖുർആൻ ചോദിച്ചു. അനുജൻ വിചാരിച്ചു ബർക്കത്തെടുക്കാനായിരിക്കും എന്ന് വിചാരിച്ചു കൊണ്ടുകൊടുത്തു. ഖുർആൻ വലിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആശയത്തുനിന്ന് രാജിവെച്ചിട്ടുണ്ട്. എന്താ ഇയാളെ പ്രശ്നം? എവിടെയല്ല അന്യ പെണ്ണുണ്ടോ അതിലേക്കൊക്കെ മുപ്പര് നോക്കും. ഇല്ല സൈറ്റുകളൊക്കെ പരിധിയിട്ട് അന്യ സ്ത്രീകളെ നോക്കിയാൽ ആഖിറം കുടുങ്ങിപ്പോകും. ഷാഫി ഇമാം റഹിമഹുല്ലാഹിനോട് ഒരാൾ ചോദിച്ചു, 2 തലയുള്ള പെണ്ണിന്റെ മസാല എന്ത്? ഒന്നെടുക്കുമ്പോൾ 2 തലയും തടവണോ? കുളിക്കുമ്പോൾ 2 തലയും കഴുകണോ? 2 തലയുള്ള പെണ്ണോ? അതെ, അങ്ങനെ പെണ്ണുണ്ടോ? ഉണ്ട്. എവിടെ? ഈജിപ്തിലാ, നമ്മളെ നാട്ടിലാ. ആ പെണ്ണിന്റെ ഉപ്പാന്റെ അടുത്ത് വിട്ട് വെച്ച്, നിങ്ങളെ മോളെ നമുക്ക് കെട്ടിച്ചേരും. കളിയാ? എന്ത് കളിയാക്കാൻ? കെട്ടിച്ചേരും. മുഖത്തൊരു കറുത്ത കുത്തുണ്ടൊക്കെ തന്നെ ആ പെണ്ണിനെ കെട്ടോ എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് 2 തലയുള്ള ഒരു പെണ്ണിനെ കെട്ടണത്. വലിയ എമൗണ്ട് മഹർ പറഞ്ഞു. ഓക്കെ എന്നോ കെട്ടി. ആ പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ മസലെല്ലാം എഴുതി, ഈ 2 തല ഒറിജിനൽ ആണോ, ഒന്ന് ഫറ ആണോ അസലാണോ, ഇങ്ങനെ. ആ പെണ്ണിന് മഹർ ഫുള്ള് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട് മോളെ, ഞാൻ തലാഖ് തരാം എന്നിട്ട് ചൊല്ലിക്കൊടുത്തു. മഹർ പോയാലും കുഴപ്പമില്ല, സ്വർണ്ണ നാണയം പോയാലും കുഴപ്പമില്ല. ഞാൻ പിൽക്കാലക്കാർക്ക് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് എഴുതി കൊടുക്കുന്ന മസാല അത് ശുദ്ധമായിരിക്കണം. ഞാൻ ഹറാമ് കണ്ടിട്ട് ഒരു മസാല എഴുതിയാൽ ആ മസാലക്ക് ബർക്കത്തുണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഷാഫി ഇമാമിന്റെ ആ സൂക്ഷ്മത. ഈ മഹാന്റെ മുമ്പിലേക്കല്ലേ നമ്മൾ ആഖിറത്തിൽ പോകേണ്ടത്, അല്ലേ? ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനും മത്സ്യം വിൽപ്പന നടത്തുന്ന പണിക്കാരനൊക്കെ നമ്മളെ താത്താമാരുടെ ജ്യേഷ്ഠം പോലെയാ സംസാരിക്കല്. എന്തിനാ ഉമ്മ ഹിജാബ് ഇടുന്നത്? എന്തിനാ വനിതാ ക്ലാസ്സിൽ വരുന്നത്? നമ്മൾ വരുന്നതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവണ്ടേ, മാറ്റം വേണ്ടേ നമുക്ക്? താടി മീശ മുളക്കേണ്ട പ്രായത്തുന്ന കുട്ടീനെ അറബിയിൽ പറയുന്ന പേര് അമ്രത് എന്ന്. ആ കുട്ടികളെയാണ് കൂടുതൽ ഹോമോസെക്ഷുവാലിറ്റിക്ക്, സ്വവർഗരതിക്ക് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് പെരുമാറലും കൂട്ടുകൂടലൊക്കെ ഹറാമാണ് ഇസ്ലാമില്. പണ്ടൊക്കെ അത് പറഞ്ഞപ്പോൾ ഇസ്ലാമിനെ ട്രോൾ ചെയ്യവരുണ്ടായി. ഇപ്പൊ സ്വവർഗരതി കൂടിയ കാലത്ത് അതൊന്നും ആരും പറയൂല. ഇസ്ലാം പറയേണ്ട തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി, ആ പ്രായത്തിലുള്ള ഒരു കുട്ടി, മുഹമ്മദ് ബിൻ സലമത്ത് തങ്ങൾ ചെറിയ പ്രായത്തിൽ അബൂ ഹനീഫ തങ്ങളുടെ ദർസിൽ വന്നപ്പോൾ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മോൻ ആ തൂണിന്റെ വേക്കിലിരുന്നോളി, എന്നെ നേരിട്ട് കാണുന്ന രീതിയിൽ, ഞാൻ നിന്നെ നേരിട്ട് കാണത്തക്ക വിധത്തിൽ നേരെ ഇരിക്കരുത്, തൂണിന്റെ വേക്കിലിരുന്നോളി. കുറെ കാലം കഴിഞ്ഞിട്ട് ആരോ ഒരു ബണ്ടിൽ ഓഫ് കോംസ് എന്ന് പറഞ്ഞ ചീർപ്പുകൾ ഹദിയായിട്ട് കൊടുത്തു. സീനിയർ മുത്താലിമിനെ വിളിച്ചിട്ട് ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും കൊടുത്തപ്പോൾ ചോദിച്ചു, എല്ലാവർക്കും കൊടുത്തോ? മുഹമ്മദ് ബിൻ സലമത്ത് തങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതിനെ കൊടുക്കണത് താടിയും മീശയില്ലാത്തത് മുടിവാരുണ്ട് ഒന്നുമില്ലല്ലോ. താടിയൊക്കെ വരാനല്ലേ ഇത് കൊടുക്കണത്. ആ കുട്ടിക്ക് ആ കുട്ടിക്ക് താടിയും മീശയെല്ലാം മുളച്ചിട്ട് എത്ര കാലം, എത്ര മാസമായി. ഡെയിലി ദർസിന് വരുന്ന കുട്ടിക്ക് താടിയും മീശയും മുളച്ചതൊന്നും ഈ ഉസ്താദ് കണ്ടിട്ടില്ല. ആറാമാവോന്ന് പേടിച്ചിട്ട് നോക്കിയിട്ടില്ല ആ ഭാഗത്തേക്ക്. ഈ അബൂ ഹനീഫയുടെ മുമ്പിലേക്കല്ലേ നമ്മൾ ആഖിറത്തിൽ പോകേണ്ടത്? നമ്മുടെ ഫോണൊക്കെ എന്തായിരിക്കും? അബൂബക്കർ ബിൻ അയ്യാശ് ഞങ്ങൾ വഫാത്താവുമ്പോൾ മകള് കരയുന്ന സമയത്ത് പറഞ്ഞല്ലോ, എന്തിനാ മോള് കരയണത്? ഈ റൂമെന്ന് മാത്രം ഉപ്പ 18,000 ഹത്ത് ഓതി തീർത്തിട്ടുണ്ട്. 25 കൊല്ലം ഉപ്പ ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരു തെറ്റ് പോലും ഈ റൂമെന്ന് ചെയ്തിട്ടില്ല. നമ്മളെ ബെഡ്ഷീറ്റിന്റെ കഥ എന്തായിരിക്കും? ആഖിറത്തിൽ എന്തായിരിക്കും നമ്മളെ ബെഡും ബെഡ്ഷീറ്റും ചുമരും സ്വിച്ച് ബോർഡും ഫാനും ലൈറ്റും? അള്ളാന്റെ അടുത്ത് പറയല് ഇതൊക്കെ അള്ളാന്റെ അടുത്ത് സാക്ഷ്യം പോലെ ഇല്ലേ? അപ്പൊ നമുക്ക് സൂക്ഷ്മത വേണം.
തെറ്റില്ലാത്തൊരു ജീവിതം. തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഒരാൾ തൗബ ചെയ്താൽ പിന്നെയും തെറ്റ് ചെയ്യും ചില ആൾക്കാർ. മറ്റു ചിലർ തൗബ ചെയ്താൽ തെറ്റെയ്യും തൗബയും തെറ്റെയ്യും തൗബയും അങ്ങനെയായിരിക്കും. മറ്റു ചിലർ നല്ല ജീവിതം ഉണ്ടാവും. മറ്റു ചിലരോ പഴയ കാലത്തിനേക്കാൾ വലിയ തെറ്റ് പിന്നെയും തൗബ ചെയ്തിട്ട് ചെയ്യും. ലാസ്റ്റത്തെ ഒരു വിഭാഗം ഉണ്ട്, A+ ഗ്രേഡുകാർ. അതാരെന്നറിയാം? തൗബ ചെയ്തതിന് ശേഷം പണ്ട് തെറ്റ് ചെയ്ത ജീവിതത്തിനേക്കാൾ അടിപൊളി ജീവിതം, പിന്നെ തെറ്റുപരം മനസ്സിൽ ചിന്ത തന്നെ വരുന്നില്ല, അത്രക്കും നല്ലവർ. അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ മാറ്റാനാണ് അള്ളാഹു നമുക്ക് റമദാൻ തന്നത്. അള്ളാഹു നമ്മളെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നമ്മൾ ഈ 3 ദിവസം ഇവിടെ നടത്തിയ സഈ ആഖിറത്തിൽ ഉപകാരമുള്ള നന്മൻ്റെ തട്ടിൽ വലിയ നമുക്ക് ലാഭമാകുന്ന ആഖിറത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന മജ്‌ലിസായി നീ കബൂലാക്കണേ റഹ്മാന്. ഈ പരിപാടിക്ക് സംഘാടനം വഹിച്ച എല്ലാവർക്കും, സഹായിച്ചവർ, സഹകരിച്ചവർ, ആലോചിച്ചവർ, ഏതെല്ലാം രീതിയിൽ ഇതിനെ സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹുവെ നീ സ്വർഗം നൽകണേ റഹ്മാന്. നമ്മുടെ റമദാൻ സ്വീകരിക്കണം. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവണം.